അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത സാമ്പത്തിക നയങ്ങളും നികുതി ഭീഷണികളും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയാണ്. അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നത് സാമ്പത്തികമായി തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിൽ യൂറോപ്പും കാനഡയും അടക്കമുള്ള വൻ ശക്തികൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി മാറുന്നത് ഇന്ത്യ ആണെന്നതാണ് ശ്രദ്ധേയം. ദീർഘകാലമായി ചർച്ചയിലായിരുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന് ഒടുവിൽ അന്തിമ രൂപമായിരിക്കുകയാണ്. 200 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വമ്പൻ വിപണിയാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്. കരാറുകാരുടെ മാതാവ് എന്നാണ് യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ട്രംപിന്റെ താരിഫ് ഭീഷണികളെ മറികടക്കാൻ ഇന്ത്യയുമായുള്ള ഈ കൈകോർക്കൽ അനിവാര്യമാണെന്നത് യൂറോപ്പ് വിലയിരുത്തുന്നു. മറുവശത്ത് കാനഡയും ഇന്ത്യയുമായി അടുക്കാനുള്ള ശ്രമത്തിലാണ്. ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് വഷളായ നയതന്ത്ര ബന്ധം പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ നേതൃത്വത്തിൽ മെച്ചപ്പെടുകയാണ്. കാനഡയെ അമേരിക്കയുടെ 51ാം സംസ്ഥാനമായി കാണുമെന്ന ട്രംപിന്റെ പരിഹാസവും കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 100% നികുതി ചുമത്തുമെന്ന ഭീഷണിയുമാണ് ഒട്ടാവയെ മാറ്റി ചിന്തിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി മാർക്ക് കാർണി അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ബ്രെക്സിറ്റിന് ശേഷം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ബ്രിട്ടൻ ചൈനയുമായി അടുക്കാനുള്ള നീക്കത്തിലാണ്. 8 വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. അമേരിക്കൻ വിപണിയിലെ അനിശ്ചിതത്വമാണ് ബ്രിട്ടനെ ചൈനയിലേക്ക് അടുപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ചേരിതിരിവുകൾക്ക് വഴിയൊരുക്കുമ്പോൾ ഇന്ത്യ ലോക വിപണിയിലെ ഒരു നിർണായക ശക്തിയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.